ഹായ് ഗായ്സ്, അപ്പം ഇന്നൊരു മഹേന്ദ്ര താർ സബ് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതിൽ കമ്പനി സ്റ്റീരിയോ ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ സബ് ഔട്ട് ഉണ്ടാവില്ല. അത് താർ എന്നല്ല, ഒരുവിധം കമ്പനി സ്റ്റീരിയോയിലൊക്കെ സബ് ഔട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പോൾ ഫിൽറ്ററും വയറിംഗ് കിറ്റും മാത്രം മതി ഈ സബ് ഫിറ്റ് ചെയ്യാൻ. പിന്നെ ഇതിൽ സീറ്റ് കവേഴ്സ് നാഫ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ സബിൻ്റെ ഫിറ്റ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വർക്കിംഗ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീരിയോ മാറ്റി ആൻഡ്രോയിഡിലേക്കോ അല്ലെങ്കിൽ പൈനിയറിൻ്റെ സ്റ്റീരിയോസ് നോക്കേണ്ടി വരും. വേറെ ഒന്നുമല്ല, കമ്പനി സ്റ്റീരിയോയിൽ സ്പീക്കറിൻ്റെ ഔട്ട് കുറവായിരിക്കും. പിന്നെ അതേപോലെ സ്പീക്കേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാസ്, ട്രബിള്, മിഡ്, പിന്നെ അതേപോലെ സൗണ്ട് ക്ലാരിറ്റി ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നും. ഇതിൽ സ്പീക്കേഴ്സൊക്കെ വരുന്നത് ഡാഷിൻ്റെ അടിയിലും പിന്നെ അതേപോലെ റൂഫിലും ആയിട്ടാണ് വരുന്നത്. റൂഫിൽ 2 ട്യൂട്ടർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്കിംഗ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഡി ബേസിൻ്റെ ഒരു സബ് വൂഫറാണ്. ഇൻഫിനിറ്റിയുടെ ഒരു ലുക്ക് തോന്നിക്കുന്ന ഒരു ഐറ്റമാണ്. 1 ഇയർ വാറണ്ടി ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് അറിയാൻ പറ്റും. കമ്പനി സ്റ്റീരിയോകൾക്ക് കൊടുക്കാൻ പറ്റിയൊരു സബ് വൂഫേഴ്സാണ് ഇങ്ങനത്തെ ഇമ്പിൾഡായിട്ട് വരുന്നത്. പിന്നെ ഇതുപോലുള്ള സബ് വൂഫേഴ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ വയർ കട്ടിങ് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. ആർക്കെങ്കിലും ഇതുപോലുള്ള ആക്സറീസ് ചെയ്ത വണ്ടികളുടെ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.